പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്കൂളുകളിൽ പഠിക്കുന്നു, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രിയ മക്കളും. പരിശുദ്ധ സഭ ഈ വർഷം പ്രത്യേകമായും മദ്യവും ലഹരിയും അത് ഉപേക്ഷിക്കണമെന്ന പ്രത്യേകമായ ആഹ്വാനം നടത്തുകയാണ്. ലഹരിമുക്ത സമൂഹം എന്ന മുദ്രാവാക്യം സഭ സ്വീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ പ്രബോധനങ്ങളും അടിസ്ഥാനപരമായ പഠനങ്ങളും നടത്തി പ്രബുദ്ധരാക്കുന്ന ഒരു വലിയ സംരംഭം ഏറ്റെടുത്തിരിക്കുന്നു. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ദേവലോകത്തെ ആധ്യാത്മിക സംഘടനകളുടെ സഭാതലത്തിലുള്ള ചുമതല വഹിക്കുന്ന മെത്രാപ്പോലീത്തമാരെയും മറ്റ് ആധ്യാത്മിക സംഘടനകളുടെ പ്രധാന ആളുകളെയും വിളിച്ചുകൂട്ടി ലഹരിമുക്ത സമൂഹം, ലഹരിമുക്ത സഭ എന്ന വിഷയം ആസ്പദിച്ച് ആലോചനകൾ നടത്തുകയായിരുന്നു. ഏതെല്ലാം വിധത്തിലൂടെ ഈ അവബോധം ആളുകളിൽ വളർത്തിയെടുക്കുവാൻ കഴിയും? മദ്യം മനുഷ്യനെ, അവൻ്റെ സ്വഭാവത്തെ ഇല്ലാതാക്കുന്നു, അവൻ്റെ വിശുദ്ധിയെ നശിപ്പിക്കുന്നു, ശ്രദ്ധ അകറ്റിക്കളയുന്നു, ബുദ്ധി മന്ദീഭവിച്ചു പോകുന്നു. ശുദ്ധിയും ശ്രദ്ധയും ബുദ്ധിയും നശിച്ച് ആളത്വം മുഴുവനും വികലമായി, അതോടൊപ്പം തന്നെ കുടുംബ ജീവിതം തന്നെ താറുമാറായി, ഭവനം മാത്രമല്ല സമൂഹവും ശിഥിലമായി പോകുന്ന ധാരാളം അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അതിൽ നിന്ന് സഭ വിമുക്തമാവണം, സമൂഹം ശുദ്ധമാവണം എന്ന് അടിസ്ഥാനപരമായ ഒരാഹ്വാനം ഉയർത്തുകയായിരുന്നു. അതുകൊണ്ട് തീർച്ചയായും നമ്മളുടെ എല്ലാ ആധ്യാത്മിക സംഘടനകളും എല്ലാവരും തന്നെ ഈ മുദ്രാവാക്യം സ്വീകരിച്ചുകൊണ്ട് ലഹരി മുക്ത സമൂഹം, ലഹരിമുക്ത സഭ എന്ന ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തി അന്യോന്യം ആലോചനകൾ നടത്തണം, ചർച്ചകൾ നടത്തണം. ഏതെങ്കിലും വിധത്തിൽ അതിന് അടിമകളായി പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ പ്രബോധിപ്പിക്കണം. ഇത് തീർച്ചയായും ഞായർ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളും ഒരവസരമായി വിനിയോഗിക്കേണ്ടതുണ്ട്. അവർ സ്വയം അവബോധത്തിലേക്ക് വളരണം. നമ്മളുടെ കൂട്ടുകാരായി, സമപ്രായക്കാരായി, കൂടെ പഠിക്കുന്നവരായി, പ്രവർത്തിക്കുന്നവരായി ഒക്കെയുള്ള കുട്ടികൾ, സഹോദരർ മദ്യത്തിനോ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ രാസലഹരിക്കോ അടിമകളായി പോകുന്നുണ്ടോ, ഏതെങ്കിലും വിധത്തിൽ അതോടുള്ള ഒരു ചായ്വുണ്ടാകുന്നുണ്ടോ എങ്കിൽ അവരെ പ്രബോധിപ്പിക്കണം. അതോടൊപ്പം തന്നെ നാം ശ്രദ്ധാലുക്കളായിരിക്കണം. ഒരു വിധത്തിലും നമ്മൾ അതിലേക്ക് വീണുപോകുവാൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ആഴമായ പഠനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു പഠനം നടത്തുന്നതിനുള്ള അവസരമല്ല ഇത്.
അത് പിന്നീട് നമുക്കുണ്ടാവാം. സഭയുടെ ഈ ആഹ്വാനം ഞായർ പള്ളിക്കൂടത്തിലെ നമ്മളുടെ കുഞ്ഞുങ്ങളും സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വർഷത്തെ OBBS പഠന ക്രമീകരണങ്ങളിൽ ഒരു ദിവസം ലഹരിമുക്ത സഭ, ലഹരിമുക്ത സമൂഹം എന്ന മുദ്രാവാക്യം സ്വീകരിച്ച് അതിനടിസ്ഥാനപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച് പഠിപ്പിച്ച് ആ അവബോധം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നു. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ മാത്രമല്ല, മുതിർന്നവരും സഭ ആകമാനവും ഈ മദ്യ ലഹരി അതിന് അടിമകളായി പോകാതെ സ്വയം സൂക്ഷിക്കുകയും മറ്റുള്ളവരെ അതിനായി ആഹ്വാനം ചെയ്യുകയും വേണം. ഈ അവസരം സൺഡേ സ്കൂൾ കുട്ടികൾക്കായി, ഞായർ പള്ളിക്കൂടത്തിലെ കുഞ്ഞുങ്ങൾക്കായി ഏവർക്കും ഉപയോഗിക്കത്തക്ക നിലയിൽ ഒരു 2-3 വരി പാട്ട് ഒരു ആംഗ്യപ്പാട്ടായി നേരത്തെ തന്നെ ഞാൻ ഞായർ പള്ളിക്കൂടത്തിലെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരല്പം പാഠഭേദത്തോടെ വീണ്ടും ഞാനത് ഒരു ആംഗ്യപ്പാട്ടായി ഇവിടെ അവതരിപ്പിക്കട്ടെ. അരുതരുത് അരുതരുത് മദ്യവും ലഹരിയും, അരുതരുത് അരുതരുത് മദ്യവും ലഹരിയും, കരുതു കരുതു ശുദ്ധിയും ശ്രദ്ധയും, കരുതു 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 ശുദ്ധിയും ശ്രദ്ധയും, കരുതു കരുതു ബുദ്ധിയും ഭക്തിയും, കരുതു 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 ബുദ്ധിയും ഭക്തിയും. ഇങ്ങനെ അത് ആവർത്തിച്ച് പാടുകയും ഈ പാട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. ഈച്ച് വൺ ടീച്ച് വൺ. ഒരാൾ വേറൊരാളെ പഠിപ്പിക്കണം. ഇതൊരു ശുശ്രൂഷയായി, ഒരു ദൗത്യമായി, എ മിനിസ്ട്രി ആൻഡ് എ മിഷൻ അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ഞായർ പള്ളിക്കൂടത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരു കൂട്ടുകാരിയെ എങ്കിലും ഈ ആംഗ്യപ്പാട്ട് പഠിപ്പിക്കണം. അവർ മറ്റാരെയെങ്കിലും ഇത് പഠിപ്പിക്കണം എന്ന് പ്രബോധിപ്പിക്കുകയും വേണം. കുഞ്ഞുങ്ങളെ, നമ്മൾ ശുദ്ധിയും ശ്രദ്ധയുമുള്ളവരായിരിക്കാം. ബുദ്ധിയും ഭക്തിയും എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരും ആയിരിക്കണം. അങ്ങനെ സഭയെ മദ്യത്തിൽ നിന്നും ലഹരിയിൽ നിന്നും മുക്തമാക്കിയെടുക്കുവാൻ, സമൂഹത്തെ അങ്ങനെ മുക്തമാക്കിയെടുക്കുവാൻ, സർവോപരി നമ്മെ തന്നെയും പൂർണ്ണമായും ഈ അവബോധത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അനുഗ്രഹീതരായ ദൈവമക്കളായി ദൈവതിരുസന്നിധിയിൽ നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.